പൗരത്വ ഭേദഗതി നിയമം CAA വിജ്ഞാപനം ചെയ്ത ശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൗരത്വത്തിന് അപേക്ഷിക്കാനായുള്ള വെബ്സൈറ്റ് സജ്ജമാക്കുക എന്നതാണ്. നമുക്ക് ആ സൈറ്റ് ഒന്ന് പരിശോധിക്കാം. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് online.nic.in എന്ന വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റ് നേരത്തെ തന്നെ പൗരത്വത്തിനായി അപേക്ഷിക്കാനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈറ്റ് ഒന്ന് മെച്ചപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. ഈ വെബ്സൈറ്റിൽ ആദ്യം തന്നെ നമുക്ക് പ്രധാനമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെയും ചിത്രം, അതിനുശേഷം എന്താണ് ഇന്ത്യൻ പൗരത്വം എന്ന് വിശദീകരിച്ച് നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഓർഡറുകളെല്ലാം നൽകുന്നു. അതിനുശേഷമാണ് CAA എന്ത് എന്നും അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നും വിശദമാക്കുന്ന ഭാഗം. അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം 2019 CAA, അതിനുശേഷം അതിൽ പ്രധാനമായി പറയുന്ന കാര്യം 2014 ഡിസംബർ മാസം 31-ാം തീയതിക്ക് മുൻപായി ഇന്ത്യയിലേക്ക് എത്തിയ അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ഒപ്പം ബംഗ്ലാദേശിലെയും 6 മതന്യൂനപക്ഷ വിഭാഗങ്ങൾ, അതിൽ ഹിന്ദു വിഭാഗം, സിഖ് വിഭാഗം, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാർസി, ക്രിസ്ത്യൻ എന്ന് വളരെ കൃത്യമായി പേരെടുത്ത് അത് ബോൾഡ് ചെയ്ത് ഇതിൽ പറയുന്നുണ്ട്. അത് വിശദമാക്കിയതിനു ശേഷം വലതുഭാഗത്ത് എങ്ങനെയാണ് CAA നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കേണ്ടത് എന്നത് വ്യക്തമാക്കി നൽകുന്നുണ്ട്. അതായത് ഈ അടുത്ത പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഒന്നുകിൽ ഇമെയിൽ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ നൽകിയാണ് ഒരു ഇന്ത്യയിൽ താമസിക്കുന്ന 2014 ഡിസംബർ 31-ന് മുൻപ് ഈ 3 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ 6 മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ ഇമെയിൽ IDയോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം 2 ഘട്ടമുണ്ട്. 2 ഘട്ടം OTP ലഭിക്കും. ആ OTP നൽകി കഴിഞ്ഞ് അവരുടെ കൈവശം ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന രേഖകളെല്ലാം അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സബ്മിറ്റ് നൽകി അത് പൂർത്തിയാകുമ്പോൾ അപേക്ഷ നൽകാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകും. ഈ അപേക്ഷ നൽകാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ അത് പരിശോധിക്കാൻ ജില്ലാതലത്തിൽ ഉദ്യോഗസ്ഥരുണ്ട്. അവർ പരിശോധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗരത്വം നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമാവുക. എന്തായാലും പോർട്ടൽ ഇപ്പോൾ പ്രവർത്തന സജ്ജമായി. ഒപ്പം തന്നെ അധികം വൈകാതെ ഒരു ആപ്പും മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി ഇതിനു വേണ്ടി പുറത്തിറക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്.